ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. (2025) മെയ് മാസം 4 മുതൽ 10 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ വാരത്തിലാണ് പ്രസിദ്ധമായിട്ടുള്ള തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം 2025 മെയ് മാസം 6-ാം തീയതിയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പൂരമാണ്. തൃശ്ശൂർ ജില്ല മാത്രമല്ല, കേരളത്തിലെ ഒരു ദേശീയ ഉത്സവം തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. കേരളത്തിനകത്തും പുറത്തു നിന്നും ധാരാളം പേര് പങ്കെടുക്കുന്നുണ്ട്. വിദേശികൾ ഉൾപ്പെടെ ധാരാളം പേര് പങ്കെടുക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരം ഉണ്ടാകാനുള്ള പ്രധാന കാരണം, ഈ തൃശ്ശൂർ പൂരത്തിന് മുമ്പേ ആറാട്ടുപുഴ പൂരം എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധമായിട്ടുള്ള പൂരമുണ്ട്. അത് 1442 വർഷം, 43 വർഷമാണ് ഈ വർഷം. അപ്പോൾ 1443 വർഷത്തിന് മുമ്പായിട്ടാണ് ആറാട്ടുപുഴ പൂരം തുടങ്ങിയത്. തൃശ്ശൂർ പൂരം വരുന്നതിന് മുമ്പേ ആറാട്ടുപുഴ പൂരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി സ്ഥലത്താണ്. അത് ഏകദേശം 24 ക്ഷേത്രങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹത്തായ വലിയൊരു ഉത്സവമാണ് ആറാട്ടുപുഴ പൂരം. അത് 108 ദേവീ ദേവന്മാർ ഒന്നിച്ചു ചേരുന്ന ദിവസമാണ്. പണ്ട് കാലത്ത് അശ്വതി നക്ഷത്രത്തിൽ കൊടിയേറ്റം തുടങ്ങി അത്തം വരെയുള്ള 13 ദിവസത്തെ ഉത്സവമാണ് ആറാട്ടുപുഴ പൂരം. അതിപ്പോൾ ചുരുങ്ങിയിട്ട് അന്ന് എനിക്ക് തോന്നുന്നു അന്ന് 108 ആനകളുടെ അകമ്പടിയോടുകൂടി ആ ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവീ ദേവന്മാരെല്ലാം പങ്കെടുത്ത് വലിയൊരു ആഘോഷത്തോടു കൂടിയാണ് ആറാട്ടുപുഴ പൂരം നടന്നിരുന്നത്. അത് വടക്കുന്നാഥൻ ഉൾപ്പെടെ ഉള്ള എല്ലാവരും അന്ന് പങ്കെടുത്തിരുന്നു. പാറമേക്കാവ്, വടക്കുന്നാഥൻ എല്ലാവരും പങ്കെടുത്തിരുന്നു. ഒരു സമയത്ത് പ്രധാനമായിട്ടും ഈ നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് പെരുവനം എന്നൊരു സ്ഥലത്താണ് ഈ ആറാട്ടുപുഴ പൂരം നടക്കുന്നത്. അപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് ഇത്. ആ ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് പ്രധാനമായിട്ടും ഒരു സമയത്ത് ആറാട്ടുപുഴ പൂരത്തിന് ഇവിടുത്തെ വടക്കുന്നാഥനും പാറമേക്കാവ് അവിടെ നിന്നുള്ള ഒരാൾക്കാർക്ക്, അതായത് അവിടത്തുള്ള ദേവീ ദേവന്മാർക്ക് വരാൻ കാലതാമസം നേരിട്ടു. കാരണം എന്ന് വെച്ചാൽ കടുത്ത മഴ ആയതുകൊണ്ട് കൃത്യസമയത്ത് പൂരത്തിനെത്താൻ സാധിച്ചില്ല. അപ്പോൾ ആറാട്ടുപുഴക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ആറാട്ടുപുഴക്കാർ അവർക്ക് വിലക്ക് കൽപ്പിച്ചു. കാരണം ആ പൂരത്തിൽ നിന്ന് തൽക്കാലം, കാരണം നമുക്കിപ്പോൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് സമയം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ വെളിയിലാക്കൂലേ, അതുപോലെ ആ ആറാട്ടുപുഴക്കാരത്ത് ആ സമയത്ത് സമയം തെറ്റി വന്നുകൊണ്ട് പൂരത്തിൽ പങ്കെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അന്ന് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ വാഴുന്ന ഒരു കാലമാണ്, ശക്തൻ തമ്പുരാൻ ഭരിച്ചിരുന്ന കാലമാണ്. അദ്ദേഹത്തിന് ഒരാശയം തോന്നി, തൃശ്ശൂർ പൂരം എന്നുള്ളൊരു സംഗതി ഒരു 200 വർഷത്തിന് മുമ്പേ, അദ്ദേഹത്തിൻ്റെ കാലത്ത് 200 വർഷത്തിന് മുമ്പേ തൃശ്ശൂർ പൂരം നടപ്പിലാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ചുറ്റുമുള്ള എല്ലാവരെയും കൂടെ ചേർത്ത് അടുത്തുള്ള ദേവീദേവന്മാരെ, തൃശ്ശൂർ ജില്ലയിലുള്ള ദേവീദേവന്മാരെ ചേർത്ത്, പ്രത്യേകിച്ചും വടക്കുന്നാഥൻ, പാറമേക്കാവ് ഇങ്ങനെയുള്ള കുറേ ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരെ എഴുന്നള്ളത്ത് ചേർത്ത് ശക്തമായിട്ട് തൃശ്ശൂർ പൂരം എന്നൊരു ചടങ്ങ് നടത്തുകയുണ്ടായി. അതിനിപ്പോൾ ഏകദേശം 200 വർഷത്തോളം പഴക്കമുണ്ട്. അത് ഇപ്പോൾ ദേശീയ ഒരു ഉത്സവമായിട്ട് തന്നെ ആഘോഷിക്കുക. കാരണം ഇപ്പോൾ ആറാട്ടുപുഴ പൂരത്തിനെക്കാളും ഗംഭീരമായിട്ടാണ് തൃശ്ശൂർ പൂരം ഇപ്പോൾ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കൊച്ചു കുട്ടികൾക്കും ഇപ്പോൾ അറിയാൻ പറ്റും. അത്ര വളരെ ഒരു ഫെസ്റ്റിവലായിട്ടാണ് നടത്തുന്നത്. അത് മീനമാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തൃശ്ശൂർ പൂരം വരുന്നത് മെയ് മാസം 6-ാം തീയതിയാണ് തൃശ്ശൂർ പൂരം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൃശ്ശൂർ പൂരം കാണാൻ സാധിച്ചാൽ മഹാഭാഗ്യമാണ്. കാരണം അത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് ഒരു പ്രത്യേക രീതി തന്നെയാണ്. ഇന്ന് പലരും ടി വിയിൽ കൂടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ മൊബൈലിൽ കൂടെയാണ് കാണുന്നത്. അതല്ല, കൃത്യമായിട്ട് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും പുണ്യമാണ്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം പൊതുവെ സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം. ധനപരമായിട്ട് ഈ വളരെ നല്ല സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധിയും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടതയും ബുദ്ധിമുട്ടുണ്ടാവും. വാഹന സംബന്ധമായിട്ട് ചിലവുകൾ വർദ്ധിക്കും. ഗൃഹമാറ്റത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീട്ടിൽ കലഹങ്ങളോ ബുദ്ധിമുട്ടോ മുൻകോപമോ പിടിവാശിയോ ഒക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയത്തിനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതിർത്തി തർക്കങ്ങൾ, കേസ് വഴക്കുകൾ, കലഹങ്ങൾ, ശത്രുദോഷം ഇതൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിൽ ഏഴരശനി കാലത്ത് എന്തെങ്കിലും ഭൂമി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വന്നാൽ ഉടൻ തന്നെ കേസിന് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തുതീർപ്പാക്കാൻ കഴിയുന്നതും വേഗം ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. കേസിന് പോയാൽ അത് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഏഴരശനി തീർന്നാലും കേസ് തീരാത്ത അവസ്ഥ വരും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതാവിന് ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുണ്ടാവും. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്തും ലഭിക്കും. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനം ഗുണം പ്രതീക്ഷിക്കാം. മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുണ്ടാവും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ശാരീരികമായിട്ടും മാനസികമായിട്ടും ചെറിയ ചെറിയ വിഷമങ്ങളുണ്ടാവും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഗൃഹവാഹനാദി ഗുണം ഉണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിന് അനുകൂല സമയമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത വളരെ കൂടുതലാണ്. സന്താനങ്ങളാൽ ഭാഗ്യപുഷ്ടിയോ മനസമാധാനമോ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ട് തടസ്സങ്ങളുണ്ടാവാം. കണ്ടകശനി കാലമായതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ആരോഗ്യനില മെച്ചമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. കണ്ടകശനി കാലമായിട്ട് ശനിപ്രീതി വരുത്തുക. ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. വിഷ്ണുപ്രീതി വരുത്തുന്നതും നല്ലതാണ്. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയവും ആയില്യം കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ട് ഈ വാരം നന്നായിരിക്കും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ശത്രുജയം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടമുണ്ടാവും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കഫരോഗാദികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മുൻകോപം കുറയ്ക്കുന്നത് നന്നായിരിക്കും. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ദാമ്പത്യപരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. എല്ലാ രീതിയിലും വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും മുൻകോപം കുറയ്ക്കുക. ദോഷപരിഹാരമായിട്ട് ചൊവ്വാപ്രീതി വരുത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും കിടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതും ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ചുവപ്പ് പുഷ്പം എന്ന് പറയുമ്പോൾ തെറ്റിപ്പൂവ്, അതുപോലെ ചുവപ്പ് പൂക്കളെല്ലാം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. മിക്ക ഭദ്രകാളി ക്ഷേത്രത്തിലും ചുവപ്പ് പുഷ്പം മാത്രം എടുക്കുന്ന പ്രവണതയുണ്ട്. കഴിയുന്നപ്പോൾ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, അതുപോലെ തിരുമാന്താംകുന്ന് ക്ഷേത്രം, കൊടുങ്ങല്ലൂർ, മിക്കവാറും ദേവീക്ഷേത്രങ്ങളിലെല്ലാം ചുവപ്പ് പട്ട്, ചുവപ്പ് പുഷ്പങ്ങൾ, തുളസി ഉപയോഗിക്കാറുണ്ട് കൂടുതലായിട്ട്. അതുകൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും തെറ്റിപ്പൂവൊക്കെ ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മാത്രം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചിലർ വലിയ രീതിയിലുള്ള വലിയ ഹാരങ്ങളൊക്കെ വാങ്ങി ക്ഷേത്രത്തിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് ധാരാളം പേരുണ്ട്. പക്ഷേ അതൊന്നും വിഗ്രഹത്തിൽ ചാർത്താറില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ആ ക്ഷേത്രത്തിൽ അവരെന്താണോ ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത്, അത് മാത്രം വാങ്ങിക്കൊണ്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ മുമ്പ് വെച്ച് തന്നെ ചാർത്താൻ, അതായത് വിഗ്രഹത്തിൽ ചാർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അടുത്ത കടയിൽ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ക്ഷേത്രങ്ങളിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതെല്ലാം ചിലപ്പോൾ അത് ഉപയോഗിക്കാതെ തന്നെ അവർ മാറ്റുന്നത് പതിവാണ്. അത് അവർക്ക് പല കാരണങ്ങളും കാണും. എങ്കിലും വളരെ പ്രയാസപ്പെട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സമയത്തും നമ്മൾ ഭഗവാന് വേണ്ടി സങ്കല്പത്തോടു കൂടി ഈശ്വരനോട് ഭയഭക്തിയോടുകൂടി നമ്മൾ കൊടുക്കുന്ന എന്ത് കാണിക്കുകയും അവരത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം തരും. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് കാണാൻ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചാർത്തി കാണാൻ അവരുടെ അടുത്ത് പ്രത്യേകം ചോദിക്കുക, പ്രത്യേകം അങ്ങനെ ചെയ്യാൻ സമ്മതിക്കുക.
അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായിട്ടും മാറി ഐശ്വര്യം ഉണ്ടാവും. ഏതായാലും പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ചിങ്ങരാശി. മകം പൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും ലഭിക്കും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂല സമയമാണ്. ഏതെങ്കിലും വിധത്തിൽ ആരോഗ്യപരമായിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഏതെങ്കിലും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ടും വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ ഒരാളിന് ക്യാൻസർ വരിക, അല്ലെങ്കിൽ വീഴ്ചകളുണ്ടാവുക, ഹാർട്ട് അറ്റാക്ക് വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ, വലിയ വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പ്രധാനമായിട്ടും വീടിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, ജാതകം പരിശോധിച്ചിട്ട് ജാതകത്തിൽ എന്തെങ്കിലും സമയദോഷമുണ്ടോ, ഇതെല്ലാം നോക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ ബിസിനസ്സൊക്കെ പരാജയപ്പെടുമ്പോഴും അല്ലെങ്കിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ജ്യോത്സ്യനെ കൊണ്ട് നമ്മൾ നല്ലതുപോലെ നോക്കിച്ചതിന് ശേഷം ബിസിനസ് തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും. അതിപ്പോൾ ഇന്ന ജാതി മതമൊന്നും അങ്ങനെയില്ല. ഇപ്പോൾ ജാതിയും മതമൊന്നും ഒന്നിനുമില്ല. കാരണം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കാരണം സൂര്യൻ ഉദിക്കുന്നു, അല്ലെങ്കിൽ ചന്ദ്രൻ വരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നമുക്ക് എല്ലാം പലതും തരുന്നു. ഇതൊന്നും നമ്മൾ ജാതി മതം നോക്കി തരുന്നില്ല. അതൊരു ജാതിക്കാർക്കും ഉള്ളതുമല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പലരും ആരാധിക്കുന്നു. അതായത് മുസ്ലിംസ് ചന്ദ്രനെ ആരാധിക്കുന്നു, ഹിന്ദുക്കൾ സൂര്യനെ ആരാധിക്കുന്നു, ക്രിസ്ത്യൻസ് അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള പല രീതിയിൽ നക്ഷത്രത്തിന് ഉപയോഗിക്കുന്നു ക്രിസ്ത്യൻസ്. അങ്ങനെ എല്ലാ ഗ്രഹങ്ങളെയും എല്ലാവരും എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം. അല്ല ചിലർ ക്രിസ്ത്യൻസൊക്കെ വിളിക്കുമ്പോൾ പറയും, അയ്യോ ഞാൻ ക്രിസ്ത്യാനിയാണ്, പിന്നെ ഞങ്ങളിതൊന്നും നോക്കാറില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇവരാരും ബൈബിൾ വായിക്കാറില്ല. കാരണം യോബിൻ്റെ പഴയ നിയമം 37-ാം അധ്യായത്തിൽ 7-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കുക. സ്വകർത്തവ്യം നിർവഹിക്കുന്നതിനായി അവനവൻ്റെ കൈവെള്ളകളിൽ രേഖകളും വരകളും അവൻ സ്ഥാപിച്ചു. കന്നിരാശി. ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാകും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാകും. സന്താനങ്ങളാൽ മനസമാധാനവും സന്തോഷവും ലഭിക്കും. സൽകീർത്തി അനുഭവപ്പെടും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. പൊതുവെ നല്ല സമയമാണ്. തുലാം രാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യവും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും. സഹോദര സ്ഥാനിയിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. ദാമ്പത്യ സുഖം ഈ വാരത്തിൽ അനുഭവപ്പെടും. ഉദര സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മനസമാധാനവും സന്തോഷവും ലഭിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. കർമ്മ സംബന്ധമായിട്ട് ഈ വാരം നല്ലതാണ്. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം സന്താന ഗുണവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ബന്ധുജന പ്രീതിയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി.
ധനുരാശിക്കാർക്ക് ഈ വാരം പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പമാത്രത്തിൽ അരിഷ്ടതകളോ പിതൃസുഖക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാതാവിന് ചെറിയ രീതിയിൽ ശാരീരിക വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിനും ചെറിയൊരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത വളരെ കൂടുതലാണ്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. സഹോദരാദി ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക, വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ മേനിത്തുലാ പായസം നടത്തുന്നത് വളരെ വിശേഷമാണ്. വ്യാഴാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത്, പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും നല്ലതാണ്. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴി കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. അന്യദേശവാസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ദാമ്പത്യപരമായിട്ട് ഈ വാരം അത്ര നല്ലതല്ല. മുൻകോപ പിടിവാശം കഴിയുന്നതും കുറയ്ക്കണം. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മസംബന്ധമായിട്ട് ഈ വാരം നന്നായിരിക്കും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ദൂരയാത്രകളൊക്കെ അനുഭവപ്പെടും. പൊതുവെ ഈ വാരം ദാമ്പത്യപരമായിട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിനും നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് ചൊവ്വാപ്രീതി വരുത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും നന്നായിരിക്കും. ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നതും നല്ലതാണ്. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാകും. ദാമ്പത്യ സുഖം അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പല വിധത്തിലുള്ള ധനലാഭം ഈ വാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ വാരം നന്നായിരിക്കും. ചെറിയ രീതിയിൽ കാലുവേദന, നടുവേദന, ചെറിയ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാനും സാധ്യത കൂടുതലാണ്. ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴി ഉത്രട്ടായി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം ഏതെങ്കിലും വിധത്തിൽ സന്താനങ്ങളാലോ മറ്റെന്തെങ്കിലും വിഷമത്താലോ മനസ്സമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ശത്രുക്കൾ വർദ്ധിക്കുമെങ്കിലും അതിൽ നിന്നൊരു അതിജീവിക്കാൻ സാധിക്കും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉന്നത വിദ്യയ്ക്ക് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വളരെ അനുകൂല സമയമാണ്. കാരണം ഏഴരശനി കാലത്ത് കയ്യിലുള്ള കാശ് മുഴുവനും തീർത്ത് കളയാൻ ഏറ്റവും പറ്റിയ സമയമാണ് ഏഴരശനി എന്ന് പറയുന്നത്. വസ്തു വാങ്ങിക്കുക, വീട് വാങ്ങിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിർത്തി തർക്കങ്ങളോ കേസോ വഴക്കോ ഇല്ലാത്ത ഒരു ഭൂമി വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഴരശനി സമയത്ത് വീടോ വാഹനമോ ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആരെങ്കിലും ഉപയോഗിച്ച ഭൂമിയൊക്കെ വാങ്ങിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ദോഷമുള്ളത് കൊണ്ടായിരിക്കും അവർ കൈവിട്ട് കളഞ്ഞത്. അപ്പോൾ അത് നഷ്ടപ്പെട്ട അവരുടെ ദോഷങ്ങൾ മാറിക്കിട്ടും, പക്ഷേ വാങ്ങിക്കുന്നവർ ദോഷം കൂടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നല്ല ഭംഗിയായിട്ട് വാസ്തു സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതെല്ലാം നോക്കിക്കണ്ട് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. മറ്റു ദോഷങ്ങളൊന്നും കാണുന്നില്ല. ഏഴരശനി കാലമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. മൊബൈൽ നമ്പർ വാട്സപ്പിൽ അയയ്ക്കുക, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുക 9447471711.